ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വീഡിയോ ഇടായിട്ട് ഞങ്ങൾക്കെല്ലാം വിഷമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇന്നൊരു പക്ഷെ ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ എപ്പം ഇടുമായിരിക്കും. ചിലതിൽ എന്നെ ഗുണമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പം നമ്മളിപ്പം ഭയങ്കര തണുപ്പ കഴിച്ച് എൻ്റെ കണ്ണിലെ കണ്ടു നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആ നാട്ടിലേക്ക് തിരിച്ചു വരലാന്ന്. പക്ഷെ ഞാൻ സർപ്രൈസ് ആയിട്ട് വരണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ട് ഇനി എല്ലാവരും അറിയോ. പക്ഷെ എന്നാലും നാട്ടിലേക്ക് വരുന്നതാണ്. എനിക്ക് തണുപ്പ് പറ്റൂല. ഇപ്പം നമ്മളിപ്പോൾ ജിമ്മിലേക്ക് പോകുന്നതാണ് ഗായ്സ്. എന്തിനാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്? നമ്മൾ ഓൾറെഡി ജിമ്മിലെ ആളായല്ലേ നമ്മൾ. ഓൾറെഡി നമ്മൾ അടുത്ത മാസത്തെ തൊട്ടിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങും. പക്ഷെ ഇന്ന് നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോകുന്നതാണ് ഗായ്സ്. അപ്പം ഞാനുണ്ട്, നേനയുണ്ട്, ഇതാ ആ ബേക്ക് കാണിക്കുന്ന നേന, പിന്നെ അനഘയുണ്ട്. അനഘേനെല്ലാം നിങ്ങൾക്ക് അറിയാം. നേനെ പക്ഷെ നിങ്ങൾക്ക് അറിയാൻ ചാൻസില്ല. നമ്മൾ ബർഗർ ബ്ലോഗിൽ നേന ഉണ്ടായിട്ടില്ല. ഓൾ അന്നേരം നമ്മൾ പോകാൻ നോക്കുമ്പോൾ ഓള് കുളിക്കുന്നു വെളിച്ചെണ്ണയെല്ലാം തേച്ചിട്ട്. അതുകൊണ്ട് ഓള് വരുന്നില്ല. അതുകൊണ്ട് ഓളെ കൂട്ടിയിട്ടില്ല. എന്നിട്ടിപ്പം നമ്മൾ മൂന്നാളാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ നമുക്ക് ജിമ്മിലെത്തിയിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. ചിലപ്പോൾ എന്നോട് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ജിമ്മിൽ പോയിന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഞാനിനി മുതൽ എൻ്റെ സ്കിൻ കെയർ തുടങ്ങുന്നത്. എൻ്റെ മുഖം ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിങ്ങൾക്ക് എൻ്റെ മുഖത്തെ കലയൊന്നും തിരിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പിടിച്ചാലും തീരും. പക്ഷെ ഞാൻ അങ്ങനെ പിടിക്കൂല. എൻ്റെ വ്ളോഗിൽ എല്ലാവരും പറയുന്നത് ഞാൻ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചിരിക്കും, വേറെ ആരും ചിരിക്കൂല. അതല്ല എൻ്റെ കോമഡി ഇവർക്ക് കോമഡി ആയിട്ട് തോന്നില്ല. പക്ഷെ എൻ്റെ കോമഡി ആയിട്ട് തോന്നുന്ന കുറേ ആൾക്കാരുണ്ട് ഗൈസ് എൻ്റെ നാട്ടിൽ. ഇവരെല്ലാം വെറും സാധനമാണ്. എനിക്ക് ഇവരെ ആരും ഇഷ്ടമല്ല. ഇതെല്ലാം ഇവർ പറയൂ ഈ വീഡിയോ ഇടുമ്പോൾ. അല്ലെങ്കിൽ ഓർക്കറിയാം എനിക്ക് കുറേ ഇഷ്ടമല്ലാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇതാണ് നമ്മളെ ബസ് സ്റ്റോപ്പ്. ഇതാണ് ഞാൻ. ഇതിവർ രണ്ടാളും ഇതിരിക്കുന്ന ബസ് സ്റ്റോപ്പ്. പിന്നെ ഗൈസ്, എനിക്ക് വേറൊരു ഞാൻ ഉള്ളിവട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഉള്ളിവട ഉണ്ടാക്കിയിട്ട് എൻ്റെ കണ്ണ് പൊള്ളിയിട്ട് കണ്ണിൻ്റെ മേലെ കലയെല്ലാം ഉണ്ടായ ആ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ അത് ഇടണ്ടിക്കൽ നിങ്ങൾ കമൻറ്റ് ചെയ്യ്. ഉള്ളിവട വീഡിയോ വേണം എല്ലാവരും 3 കമൻറ്റ് ഇടുക. അതിൽ ഞാൻ ബർഗറിനെ പറ്റിയിട്ട് കറക്റ്റ് പറയുന്നുണ്ട്. ബർഗർ കിട്ടാത്ത ആൾക്കാർ ആരും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയിട്ട് വന്ന് ഗായ്സ്. ജിമ്മിൽ പോയി നമ്മൾ നമ്മളെ ബോഡി ചെക്കപ്പ് ചെയ്തു. നോക്കുമ്പോൾ എൻ്റെ ഒരു കാലിന് വെയിറ്റ് കൂടുതലും ഒരു കാലിന് വെയിറ്റ് കുറവും. അത് പ്രശ്നമാണെന്ന് പറഞ്ഞോളൂ. അത് അയാളോട് ശരിക്കും. പിന്നെ എൻ്റെ ഈടെ ഫാറ്റ് കൂടുതലാന്ന് പറഞ്ഞു. ഈട കൊടലിൻ്റെ അടുക്കല്ലേ എൻ്റെ ഈട എൻ്റെ പിന്നെ ആ ഈ മിഷീൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗായ്സ് ഞാൻ 67 ഉണ്ട്. പക്ഷെ ഞാൻ 67 ഇല്ല കേട്ടോ ശരിക്കും കാണാൻ. പക്ഷെ വെയിറ്റ് 67, പക്ഷെ ഞാൻ അത്ര ഇല്ല കാണാൻ. അപ്പോൾ ഗായ്സ്, നമ്മളിനി സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങണം, വേറെ എന്തെങ്കിലും ഇവർക്ക് വാങ്ങണം. അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതാണ് ഗായ്സ്. ഏഷ്യ സ്റ്റോറിൽ പോകണം. കുറേ പണിയുണ്ട് ഗൈസ്. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് ശരിക്കും ഒരു മനുഷ്യ സ്ത്രീ അല്ല. അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത് ബ്ലോഗ് എടുക്കാൻ സമയമില്ലാത്തത്. എല്ലാ ദിവസവും എന്തെങ്കിലും ആവശ്യമില്ലായിട്ട് തിരക്ക് എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ശരിക്കും എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതേ ഞാൻ പറഞ്ഞു. ശരിക്കും ഞാൻ 2020 ഇല്ല ശരിക്കും ഞാൻ 2020 ജിമ്മ് തുടങ്ങിയാൽ പോവാണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. എന്നിട്ട് അത്രയും തിരക്കായിട്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത. ഒന്നാമത് എനിക്ക് ഓർമ്മയേ ഉണ്ടായില്ല. ഇപ്പം തന്നെ ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങിയവരെ എനിക്ക് ഓർമ്മ വന്നത്. ജിമ്മിൽ പോകുന്നവരെ എനിക്ക് അത്രയും വരെ ഓർമ്മ ഉണ്ടായിട്ടില്ല. പിന്നെ വേറൊരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. നമ്മളിന്ന് ബസ്സിലേക്ക് വരുമ്പോൾ ഒന്നാമത് നമ്മളെ ബസ്സില്ല, രണ്ടാമത്തെ ബസ് വന്നു. ശരിക്കും നമ്മളെ ബസ് നേരം പോയിട്ട് വന്നേന്ന് തോന്നുന്നല്ലേ. അത് എന്തോ അത് പോട്ടെ. എന്നിട്ട് നമ്മളെ ബസ് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഓരോ സ്റ്റോപ്പിലും നിർത്തി
മണിക്കൂർ നിർത്തി പോന്നേയില്ല. എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് ലാസ്റ്റ് അയാൾ ബസ്സിലെ ആൾക്കാരെല്ലാം ചീത്ത പറയാൻ തുടങ്ങി. എന്നാണ് ആ ബസ് എടുക്കാത്ത, ഇനി നിന്ന കളിക്കുന്നതല്ല പറഞ്ഞ് ലാസ്റ്റ് ഒച്ചപ്പാടാക്കി. നോക്കുമ്പോൾ ഡ്രൈവർ പ്രശ്നമല്ലേ, നോക്കുമ്പോൾ ബസ്സിൻ്റെ പ്രശ്നമാണ്. ബസ് സ്റ്റാർട്ടാക്കിയിട്ടൊന്നും സ്റ്റാർട്ടാവുന്നില്ല. ലാസ്റ്റ് അതിൻ്റെ ബേക്കിലത്തേക്ക് വേറെ ബസ് വന്നിട്ട് എല്ലാവരും ഇറങ്ങിയിട്ട് ആ ബസ് കയറി. മറ്റേ ആൾ പാവം, അയാളെല്ലാവരും ചീത്ത പറഞ്ഞു. ഞാനും ആദ്യം എന്തെന്നാ ഇയാൾ കളിക്കുന്ന പേരാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ പിന്നെ അയാളെ ഭാഗത്ത് തെറ്റില്ല മനസ്സിലായപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചാൽ ഞാൻ കുറ്റബോധിച്ചു. അപ്പോൾ ഗൈസ് നമുക്ക് പോകുന്ന വഴി ഷോപ്പിംഗ് ഒന്നും കാണിച്ചല്ല കേട്ടാ, ബാക്കി കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇവരാരും എനിക്ക് സപ്പോർട്ടില്ല. ഞാൻ ബ്ലോഗ് എടുക്കാൻ മറന്നുപോയി. ഇവരാരും ഒന്ന് ഓർമ്മിപ്പിക്കുക ബ്ലോഗ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ തന്നെ ഓർമ്മിച്ചിട്ട് വേണം എടുക്കുക. ഇതുകൊണ്ടാണ് മെയിൻ ഞാൻ ബ്ലോഗ് ഇടാത്ത. കൂടെ ഒപ്പരുള്ള ആരും സപ്പോർട്ടാക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ BM പോകുന്നതാണ് ഗായ്സ്, സ്കിൻ കെയർ മേടിക്കാൻ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കില്ല. സാധനം മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കും. ഓക്കെ. അപ്പോൾ ഗായ്സ് നമ്മൾ അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ വരുമൊന്നും ഉണ്ടാവില്ല. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പർച്ചേസ് കുറച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഏഷ്യൻ സ്റ്റോറിലും കൂടെ പോയി അവിടെ നിന്ന് കുറച്ച് 2-3 സാധനം മേടിക്കണം. അല്ല, ഇവർക്ക് എന്തെങ്കിലും മേടിക്കാണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ മെക്കിൽ പോകുന്നതാണ് ഗൈസ്. എൻ്റെ ബ്ലോഗ് എപ്പം ഞാൻ ബ്ലോഗ് എടുത്താലും ഞാൻ മെക്കിലെത്തും ഗൈസ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വെറും ഓവറച്ചിയാന്ന് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറയുന്നത്. എൻ്റെ ഉള്ളിവട എൻ്റെ ബ്ലോഗിലുണ്ടോ ഇവിടെ ഓവറച്ചി? അയ്യോ, പ്രേക്ഷകർ ബിഗ് ബോസ് കണ്ട് പ്രേക്ഷകര് ഓളൊരു ഓവർച്ചിയാന്ന് ഗൈസ്. അത് ആദ്യം നമുക്ക് എന്തോ പോലെ ആയിരിക്കും, എന്നായിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ കണ്ട് ഓവർച്ചിയാന്ന് നമ്മൾ അറിയാമെങ്കിലും ഓൾ അങ്ങനത്തെ ഒരു ഓവർച്ചിയാന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വേറെ വഴിയില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ടിങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ടിട്ട് നടത്താം. അപ്പോൾ നമ്മൾ ഇനി ഏഷ്യൻ സ്റ്റോറിൽ പോകുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ സാധനം മറിച്ചിട്ട് പിന്നെ മെക്കിലെത്തിയിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ മെക്കിലാണ് ഗായ്സ്. നമ്മളിനി സാധനം മേടിക്കാൻ അവരാടെ ഇരുന്ന് ഒരാൾ സമ്മതിച്ച് ഞാൻ